ഡൽഹി IAS കോച്ചിംഗ് സെന്റർ അപകടത്തിൽ പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥികൾ. കരോൾ ബാഗ് മെട്രോ സ്റ്റേഷന് സമീപം വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചു. കരോൾ ബാഗിൽ പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്കെത്തിയ പോലീസിന് മുന്നിൽ 9 ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ പ്രതിഷേധക്കാരെ അവിടെ നിന്ന് പോലീസ് ബലമായി മാറ്റുകയുണ്ടായല്ലോ. ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിലൊക്കെ തീരുമാനം പ്രതീക്ഷിക്കാമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ഈ വിദ്യാർത്ഥികൾ സ്ഥാപനത്തിന് മുന്നിൽ ഇന്നലെ രാത്രി ആരംഭിച്ച പ്രതിഷേധം പിന്നീട് അനുനിമിഷം ശക്തി പ്രാപിക്കുന്നതാണ് കണ്ടത്. പല സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ഈ കോച്ചിങ് നടത്തുന്ന വിദ്യാർത്ഥികൾ ഇവിടെ എത്തി പിന്തുണ അർപ്പിച്ചു. തുടർന്ന് ഈ പ്രതിഷേധക്കാർ പ്രധാന റോഡിലേക്ക് മാർച്ച് ചെയ്ത് നീങ്ങി കരോൾബാഗ് മെട്രോ സ്റ്റേഷന് താഴെ റോഡ് ഉപരോധിച്ച് നിലയുറപ്പിക്കുകയായിരുന്നു. 1 മണിക്കൂറിലേറെ ഗതാഗത തടസ്സമുണ്ടാക്കി. തുടർന്ന് DCP M ഹർഷവർദ്ധൻ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയെങ്കിലും വിദ്യാർത്ഥികൾ 9 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഇതിൽ എത്ര പേർ ഈ അപകടത്തിൽ മരിച്ചു എന്നത് ഔദ്യോഗികമായി എത്രയും വേഗം സ്ഥിരീകരിക്കണം. കൂടാതെ മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് അർഹമായ ധനസഹായം നൽകണം. ഇതോടൊപ്പം തന്നെ ഈ അനധികൃതമായി കെട്ടിടങ്ങൾ പ്രവർത്തിക്കാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്ക്, പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അത്തരത്തിൽ MCD ഉദ്യോഗസ്ഥർക്ക് അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കണം. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ലൈബ്രറികൾ, ക്യാന്റീനുകൾ എന്നിവ ബേസ്മെന്റിൽ നടത്തുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിപ്പിക്കണം. തുടങ്ങിയ 9 ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പോലീസ് ഉടൻ തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചതോടെ പിന്നീട് സംഘർഷമുണ്ടാകുകയും വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. ശരി ബൽറാം, ഏതായാലും പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.